Next, atmospheric pressure and winds. അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും. Global variations in the atmospheric pressure lead to the formation of winds. The horizontal movement of from a high pressure zone to a low pressure zone is called wind. The horizontal movement of from a high pressure zone to a low pressure zone is called wind. ആഗോളതലത്തിൽ അന്തരീക്ഷ മർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. There are different types of winds on the Earth's surface, ranging from light breeze that makes the leaves flutter to cyclones that cause widespread damage. സസ്യങ്ങളുടെ ഇലകൾ ഇളകുന്നത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെയുള്ള വിവിധ തരം കാറ്റുകൾ ഭൂമുഖത്തുണ്ടാകുന്നുണ്ട്. Winds are named on the basis of the direction from which they blow. For example, the south wind is the wind blowing from the south. കാറ്റുകൾക്ക് പേര് നൽകിയിട്ടുള്ളത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായി തെക്കൻ കാറ്റ് എന്നാൽ തെക്ക് ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. The peculiarities of the source regions influence the nature of the wind. Next, the speed and direction of wind. കാറ്റിൻ്റെ വേഗവും ദിശയും. The speed and direction of wind are based on pressure gradient, Coriolis force and friction. കാറ്റിൻ്റെ വേഗവും ദിശയും ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഘടകം പ്രഷർ ഗ്രാഡിയൻറ്റ്, മർദ്ദ ചെരിവ്. രണ്ടാമത്തേത് കൊറിയോലിസ് ഫോഴ്സ്, കൊറിയോലിസ് പ്രഭാവം. ആൻഡ് തേർഡ്, മൂന്നാമത്തത് ഫ്രിക്ഷൻ, ഘർഷണം. ഫസ്റ്റ്, പ്രഷർ ഗ്രാഡിയൻറ്റ്. പ്രഷർ ഗ്രാഡിയൻറ്റ്, pressure gradient, മർദ്ദ ചെരിവ്. Atmospheric pressure is not uniform everywhere on the Earth's surface. The change in pressure with horizontal distance is termed as pressure gradient. The change in pressure with horizontal distance is termed as pressure gradient. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യാസമായിരിക്കും. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദ ചെരിവ് എന്ന് വിളിക്കുന്നത്. The pressure gradient is said to be steeper when the pressure difference is more. തിരശ്ചീന തലത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദ ചെരിവ് കൂടുതലാണെന്ന് പറയാം. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. ലിസൺ, ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കാണുന്നില്ലേ? ചിത്രത്തിൽ പ്ലേസ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ്, ഉയർന്ന പ്രദേശമാണ്. പ്ലേസ് ബി സീ ലെവൽ പ്രദേശമാണ്, സമുദ്ര തീര പ്രദേശമാണ്. സീ ലെവലിലും ഹൈ ആൾട്ടിറ്റ്യൂഡിലും പ്രഷർ ഡിഫറൻസ് ആയിരിക്കും എന്ന് നമുക്കറിയാം. സമുദ്രനിരപ്പിലും ഉയർന്ന പ്രദേശത്തും മർദ്ദം വ്യത്യാസമായിരിക്കും. So atmospheric pressure is not uniform everywhere on the Earth's surface. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം വ്യത്യാസമായിരിക്കും. The change in pressure with horizontal distance, horizontal distance, horizontal distance, തിരശ്ചീന തലത്തിൽ. The change in pressure with horizontal distance is termed as pressure gradient. ഇത്തരത്തിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനത്തെയാണ് പ്രഷർ ഗ്രാഡിയൻ, മർദ്ദ ചെരിവ് എന്ന് വിളിക്കുന്നത്. The pressure gradient is said to be steeper when the pressure difference is more. ഇങ്ങനെ തിരശ്ചീന തലത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദ ചെരിവ്, പ്രഷർ ഗ്രാഡിയൻറ്റ് കൂടുതലാണെന്ന് പറയാം. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗതയും കൂടുതലായിരിക്കും. Observe the figure depicts the pattern of isobars in the two different situations.
Analyze the figures and answer the following questions. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സമമർദ്ദരേഖകളുടെ ക്രമമാണ് നിങ്ങളിവിടെ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണുന്നത്. ചിത്രങ്ങൾ വിശകലനം ചെയ്ത് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. Question number 1. Mark the direction of winds in both the diagrams using arrow marks. ഒന്നാമത്തെ ചോദ്യത്തിൽ കാറ്റിൻ്റെ ദിശ ഏറോ അടയാളം ഉപയോഗിച്ച് രണ്ട് ചിത്രങ്ങളിലും രേഖപ്പെടുത്തുക. Question number 2. In which of these situations will the speed of the wind be higher? ഇവയിൽ ഏത് സാഹചര്യത്തിലാണ് കാറ്റിൻ്റെ വേഗം കൂടുതൽ, എന്തുകൊണ്ട്? The speed of the wind will be higher in diagram A. In this diagram, isobars are depicted closely. ചിത്രം എയിൽ കാറ്റിന് വേഗത കൂടുതലായിരിക്കും, കാരണം ഈ ചിത്രത്തിൽ സമ്മർദ്ദരേഖകൾ തമ്മിൽ വളരെ അടുത്തടുത്തായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടങ്ങളിൽ മർദ്ദചരിവുമാന ബലം കുത്തനെയായിരിക്കും. In diagram B, the distance between isobars is more, so the speed of the wind will be less. ചിത്രം ബിയിൽ സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്, അതിനാൽ കാറ്റിൻ്റെ വേഗത കുറവായിരിക്കും. Next, Coriolis Force. Coriolis ബലം. Free moving bodies get deflected to the right in the northern hemisphere and to the left in the southern hemisphere. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണ നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു. This due to the force generated as a result of Earth's rotation, which is known as the Coriolis Force. ഇതിന് കാരണമാകുന്ന ബലത്തെ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നു. This force increases as it moves towards the poles from the equator. This force increased as it moves towards the poles from the equator. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. Admiral Farrell found out that the winds in the northern hemisphere deflect towards the right and those in the southern hemisphere deflect towards the left due to the Coriolis effect. The law put forward by him on the basis of this is known as Farrell's law. Coriolis ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾക്ക് സഞ്ചാരദിശക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെ ഫെറൽ നിയമം, ഫെറൽസ് ലോ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. Coriolis Force. Coriolis Force. Freely moving bodies get deflected to the right in the northern hemisphere. 0 degree equator, northern hemisphere, 0 degree and southern hemisphere. Freely moving bodies get deflected to the right in the northern hemisphere. Right in the northern hemisphere. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണ നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശക്ക് വലത്തോട്ട്. ലിസൺ. റൈറ്റ്. 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 സോ റൈറ്റ് സൈഡാണ് നോർത്തേൺ ഹെമിസ്ഫിയർ, വലതുവശത്തേക്കാണ് നീങ്ങുന്നത്. ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ, ലെഫ്റ്റ്.
Listen. The northern hemisphere right, and the northern hemisphere right. The southern hemisphere left, and the southern hemisphere is a left. Freely moving bodies get deflected to the right in the northern hemisphere and to the left in the southern hemisphere. This is due to the force generated as a result of earth rotation, which is known as the Coriolis Force. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണ നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ഫലത്തെ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നു. ദിസ് ഫോഴ്സ് ഇൻക്രീസ് ആസ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ പോൾസ് ഫ്രം ദ ഇക്വേറ്റർ. മധ്യരേഖാ പ്രദേശത്തു നിന്നും ഇക്വേറ്റർ ഭാഗത്തു നിന്നും ദ പോൾസ് 90 ഡിഗ്രി ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം ഇൻക്രീസ് ആകുന്നു, വർദ്ധിക്കുന്നു. ഇതാണ് കോറിയോലിസ് ഫോഴ്സ്, കോറിയോലിസ് ബലം. Admiral Farrell found out that the winds in the northern hemisphere deflect towards the right and those in the southern hemisphere deflect towards the left due to the Coriolis effect. The law put forward by him on the basis of this is known as Farrell's law. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെ ഫെറൽ നിയമം, ഫെറൽസ് ലോ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഫ്രിക്ഷൻ, ഘർഷണം. Observe the picture. In which of these situations do winds blow smoothly? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇതിലേത് സാഹചര്യത്തിലാണ് തടസ്സം കൂടാതെ കാറ്റ് വീശുന്നത്? The speed of wind will be high over ocean surface and plains as the friction is less. The speed of wind will be high over ocean surface and plains as the friction is less. സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവാണ്, അതുകൊണ്ട് കാറ്റിന് വേഗം കൂടുതലായിരിക്കും. On the other hand, the friction being more along difficult terrains and place with a dense forest cover, the speed of wind will be less in those places. On the other hand, the friction being more along difficult terrains and places with a dense forest cover, the speed of wind will be less in those places. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കൂടുതലായതിനാൽ കാറ്റിൻ്റെ വേഗം കുറവായിരിക്കും. ഈ ചിത്രങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ പിക്ചർ എ എന്നത് പ്ലെയിൻസ്, സമതല പ്രദേശമാണ്. പിക്ചർ ബി ഡിഫിക്കൽട്ട് ടെറൈൻ ഉള്ളൊരു പ്രദേശമാണ്. പിക്ചർ എയിൽ പ്ലെയിൻസ് ആയതുകൊണ്ട് ഇവിടെ എന്തില്ല, ഫ്രിക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ദ ഫ്രിക്ഷൻ ഈസ് ലെസ്സൺ. ദ സ്പീഡ് ഓഫ് ദ വിൻഡ് വിൽ ബി ഹൈ. പിക്ചർ എ. പിക്ചർ ബി, ദ ഫ്രിക്ഷൻ ബീങ് മോർ അലോങ് ഡിഫിക്കൽട്ട് ടെറൈൻസ്. സോ ദ സ്പീഡ് ഓഫ് ദ വിൻഡ് വിൽ ബി ലെസ്. ഈ ഏറോ മാർക്കാണ് കാറ്റ്. ഈ കാറ്റ് സമതല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കാറ്റിൻ്റെ വേഗത തടസ്സപ്പെടുന്നില്ല. ഇവിടെ കാറ്റിൻ്റെ വേഗത തടസ്സപ്പെടുത്താൻ ഒരു ഘടകങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് കാറ്റിന് വേഗത കൂടുതലായിരിക്കും. എന്നാൽ പിക്ചർ ബിയിൽ ദുർഘടം പിടിച്ച ഉയർന്ന കുന്നിൻ പ്രദേശമായതുകൊണ്ട്
കാറ്റ് കുന്നിൻ പ്രദേശങ്ങളിലെ കുന്നിൻ്റെ ചെരുവുകൾ തട്ടി അതിൻ്റെ വേഗത കുറഞ്ഞു പോകുകയും ചെയ്യുന്നു. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്? കാറ്റിൻ്റെ വേഗത, ദിശ എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രഷർ ഗ്രാഡിയൻ്റ്, മർദ്ദചരിവ്, കൊറിയോലിസ് ഫോഴ്സ്, കൊറിയോലിസ് ബലം, ഫ്രിക്ഷൻ, ഘർഷണം എന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ?